ഹലോ സുഗമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിൽ നമ്മുടെ ദേവികയെ നമ്മുടെ അച്ഛൻ നമ്മുടെ സിദ്ധാർത്ഥൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പാർട്ടിയുടെയും എല്ലാം ഏൽപ്പിക്കുക കേട്ടോ. അപ്പൊ അതിനിടയിൽ നമ്മുടെ പ്രഭാവതി എന്തോ നമ്മുടെ ദേവികയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാൻ വരുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ദേ ഇനി വീട്ടുകാര്യങ്ങളിൽ നിന്നും എല്ലാം ദേവികേനെ മാറ്റി നിർത്തിക്കൊള്ളണം, അവള് വെറുതെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിക്കിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ ഭയങ്കര കൊട്ടു കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഗിരീഷ് മാഷ് രജനിക്കിട്ടും കൊടുക്കുന്നുണ്ട്, രജനി നീ മര്യാദയ്ക്ക് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇനി ഞാൻ വിടത്തില്ല, നീ ഇങ്ങനെയാണോ ദേവികയുടെ അടുത്ത് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രജനിക്കിട്ട് നമ്മുടെ ഗിരീഷ് മാഷും കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും വേണ്ടതായിരുന്നു. രജനി ഇപ്പൊ ശരിക്കും ഒരു വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ പോലെ ആയി കഴിഞ്ഞു അല്ലെ പ്രേക്ഷകരെ. അപ്പുറത്ത് നമ്മുടെ അരുന്ധതിയും നമ്മുടെ എന്താ പറയാ ഋഷിയും കൂടി ആണെങ്കിൽ പ്രഭാവതിക്കിട്ടുള്ള ആ ഒരു അവസാന അത്താഴം ഒരുക്കാൻ വേണ്ടി അവരിങ്ങനെ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുക. ലീക്ക് നമ്മുടെ ഋഷിയുടെ സ്വന്തം ലീക്ക് ആ ഒരു ആത്മശാന്തി കൊടുക്കണം, അതത് പ്രഭാവതി മരിച്ചാലേ അത് കിട്ടുള്ളൂ എന്നുള്ളൊരു ഇതിലാണ് നമ്മുടെ അരുന്ധതിയും ഋഷിയും. അപ്പൊ നമ്മുടെ അരുന്ധതി നമ്മുടെ മകന് വാക്കു കൊടുക്കുകയാണ്, ഞാൻ ഉറപ്പായിട്ടും ലീക്ക് നീതി കൊടുക്കും മോനെ, പ്രഭാവതിയെ തീർത്തിരിക്കും, അപ്പോഴല്ലേ നമ്മുടെ ലീക്ക് സന്തോഷമാകുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മകനോട് പറഞ്ഞ അവര് തമ്മിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പക ആളിക്കത്തി ഇങ്ങനെ ചർച്ച ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? പ്രഭാവതിയുടെ കാര്യത്തിൽ അവർ ഏകദേശം ഒരു തീരുമാനത്തിലായി. ഇനി ആരായിരിക്കും രക്ഷകയായിട്ട് വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം അല്ലെ. കാത്തിരുന്ന് എന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.